A 16-year-old once told me, everyone says I have everything, but no one knows how empty I feel inside. മരം ആവേശത്തിന്റെയും വികാരത്തിന്റെയും എക്സ്പ്ലോറേഷന്റെയും ഒക്കെ ഒരു കാലമാണ്. എന്നാൽ ഓരോ കൗമാരമുഖത്തിന്റെ പിന്നിലും ഒരുപാട് ചോദ്യങ്ങളും സമ്മർദ്ദങ്ങളും മറഞ്ഞിരിക്കുന്നുണ്ട്. These years are not just about growing up, they are about finding identity, values and belonging. ഇത് ശരീര വളർച്ചയുടെ കാലം മാത്രമല്ല, വ്യക്തിത്വവും മൂല്യങ്ങളും രൂപപ്പെടുന്ന ഒരു ഘട്ടം കൂടിയാണ്. When emotion run deep, ആരെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കണം എന്നൊരു ആഗ്രഹം ശക്തമായിട്ട് ഉണ്ടാവും. ഈ ടൈമിൽ കോമൺ പ്രോബ്ലംസ് എന്ന് പറയുന്നത് അക്കാഡമിക് പ്രഷർ, പിയർ കമ്പാരിസൺ, ബോഡി ഇമേജ് വെറീസ്, സ്ക്രീൻ അഡിക്ഷൻ, ഫാമിലി കോൺഫ്ലിക്ട്സ്, ഫിയർ ഓഫ് ഫെയിലിയർ ഒക്കെയാണ്. These may look small, but they create anxiety, loneliness and self-doubt. When we listen without judgment, we give teens courage to speak. Their brains are still learning to manage emotions. വികാരങ്ങളെ നിയന്ത്രിക്കാൻ അവരുടെ മനസ്സ് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. They need empathy, not anger. They need guidance, not control. If you notice a teenager struggling, listen, talk and reach out. കൗൺസിലിംഗിലൂടെ അവർ അവരുടെ വികാരങ്ങളെ തിരിച്ചറിയാനും മനസ്സ് ശക്തമാക്കാനും പഠിക്കുന്നു. Healing doesn't erase pain, it transforms into resilience. Share this video. Your awareness can be someone's first step toward healing.